ഹായ് ഗായ്സ്. അപ്പോൾ അതെ ഞാൻ ഇൻട്രൊഡക്ഷനൊക്കെ പറഞ്ഞ് കൊളാക്കുന്നില്ല, നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം. ഇതായിരുന്നു ഞാൻ ഹോസ്പിറ്റലിൽ കൊണ്ടുവരുന്ന പെട്ടി. ഇത് ഞാൻ പാക്ക് ചെയ്തതല്ല, ആക്ച്വലി ഇത് ഫുള്ള് അലയുടെ മമ്മി എനിക്ക് സെറ്റ് ചെയ്ത് തന്നു വിട്ടതാണ്. അപ്പോൾ എനിക്ക് തന്നെ അറിയില്ല ഇതിൽ എന്തൊക്കെയാണെന്നുള്ളത്. അപ്പോൾ ഞാൻ ഹോസ്പിറ്റലിലേക്ക് പോകുന്നതിന് മുമ്പ് ജസ്റ്റ് ഇത് ഞാൻ ഫുള്ള് എടുത്ത് നോക്കിയായിരുന്നു എന്തൊക്കെയാണെന്നുള്ളത്. അപ്പോൾ ഞാൻ ഓരോന്നോരോന്ന് കാണിച്ചു തരാം. ഈ ഒരു വീഡിയോ ഇറ്റലിയിലുള്ള മലയാളീസിനെ മാത്രം ഫോക്കസ് ചെയ്തിട്ടാണ് ശരിക്കും ഞാനിത് ചെയ്യുന്നത്. അതുകൊണ്ട് ഞാൻ ഇറ്റാലിയൻ വേർഡ് തന്നെ പറയാം, അപ്പോൾ കൂടുതൽ നിങ്ങൾക്കും അത് മനസ്സിലാവും. ഇത് വന്നിട്ട് ഡിസ്പോസ് ചെയ്യാൻ പറ്റുന്ന മുത്താന്തയാണിത്. ഇത് എനിക്കധികം എന്താ പറയുക, ഞാനിത് ഉപയോഗിച്ചില്ല എന്ന് തന്നെ പറയാം. എനിക്കിതൊരു ബുദ്ധിമുട്ടായിരുന്നു ഇത് ഉപയോഗിക്കാനായിട്ട്. ഞാനതുകൊണ്ട് ഇത് ഉപയോഗിച്ചില്ലായിരുന്നു. പക്ഷേ അലയുടെ മമ്മി എനിക്കിത് വാങ്ങി തന്നായിരുന്നു, അതുകൊണ്ട് മാത്രം ഞാനിത് കൊണ്ടുപോയതായിരുന്നു. ചുരുക്കി പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാനിത് ഉപയോഗിച്ചില്ലായിരുന്നു. അതുകൊണ്ട് നിങ്ങളിത് വാങ്ങണ്ട എന്നതാണ് എൻ്റെ ഒരു അഭിപ്രായം. അടുത്തത് വന്നിട്ട് ക്ലോത്തിൻ്റെ ഒരു മുത്താന്തയാണ്. ഇത് എടുക്കണം, നിങ്ങൾ എന്തായാലും ആവശ്യം വരുമല്ലോ നമുക്ക്. അപ്പോൾ ഇത് എനിക്കൊരു എന്താ പറയുക 4 എണ്ണം ആൾ വെച്ചിട്ടുണ്ടായിരുന്നു. ഇതും അലയുടെ മമ്മി തന്നെ വാങ്ങിയതാണ്. അപ്പോൾ ഇതൊരു 4 എണ്ണം ആൾ ഇതിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അടുത്തത് വന്നിട്ട് ടവലാണ്. എന്താ പറയുക, ടവൽ നമുക്ക് ആവശ്യമുണ്ട്, പക്ഷേ ഇത്രയൊന്നും വേണമെന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ. എനിക്ക് തോന്നുന്ന ഒരു 3-4 ടവലൊക്കെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു, പക്ഷെ അതിൻ്റെ ആവശ്യം വന്നില്ല. കാരണം ഞാനവിടെ ഒറ്റൊരു പ്രാവശ്യമാണ് ഹോസ്പിറ്റലിൽ കുളിച്ചുള്ളായിരുന്നു. കാരണം ഈ പെയിനും കാര്യങ്ങളുള്ളതുകൊണ്ട് നമുക്കങ്ങനെ എഴുന്നേറ്റ് പോയി കുളിക്കാനൊന്നും പറ്റുന്നില്ല. ഞാൻ ഡിസ്ചാർജ് ആവുന്നതിൻ്റെ തലേ ദിവസമാണ് കുളിച്ചത്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇത്രയും ദിവസം അവിടെ കുളിക്കാതിരുന്നു എന്ന്. ഇവിടെ എനിക്ക് തോന്നുന്നു 2 ദിവസത്തിൽ കൂടുതൽ നമ്മളെ ഹോസ്പിറ്റലിൽ നിർത്തില്ല, അവർ നമ്മളെ പറഞ്ഞു വിടും. അതുകൊണ്ട് ഇതൊന്നും അധികം എനിക്ക് ഉപയോഗിക്കേണ്ട വന്നില്ല. ഇവരുടെ ഒരു കണക്ക് പ്രകാരം ഡെലിവറി കഴിഞ്ഞ് 48 മണിക്കൂർ വരെ നമ്മൾ ഒബ്സർവേഷനിൽ നിർത്തുള്ളൂ. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ലെങ്കിൽ ഇവർ നമ്മളെ പറഞ്ഞു വിടും, അപ്പോൾ തന്നെ ഡിസ്ചാർജ് ആവും. പെയിൻ കൂടുതലാണോ പെയിൻ കുറവാണോ അതൊന്നും അവർ മൈൻഡ് ചെയ്യില്ല. 48 മണിക്കൂർ കഴിയുമ്പോൾ വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ലെങ്കിൽ നമ്മളവർ ഡിസ്ചാർജ് ആക്കും. പിന്നെ അലയുടെ മമ്മി ഈ കാണുന്ന സോക്സ് വെച്ചിട്ടുണ്ടായിരുന്നു. ഇതെനിക്ക് ഉപയോഗിക്കേണ്ടി വന്നായിരുന്നു. കാരണം നമ്മൾ തണുപ്പൊക്കെ ആയതുകൊണ്ട് നമ്മൾ എന്തായാലും സോക്സ് യൂസ് ചെയ്യുമല്ലോ, അപ്പം ഇത് ഉപയോഗിച്ചായിരുന്നു. ഇതാണ് ഇനി നമ്മുടെ ആന്ധ്രയുടെ, അതായത് കുട്ടിക്കുള്ള ഡ്രസ്സിൻ്റെ കാര്യങ്ങളും വിശദീകരണങ്ങളും. ഈ കാണുന്നതാണ് നമ്മുടെ കൊച്ചിന് വേണ്ടിയുള്ള ഡ്രസ്സുകളുടെ കാര്യങ്ങൾ കേട്ടോ. ഇത് 3 എണ്ണം നമ്മൾ കാമ്പിയോ ഊനോ, കാമ്പിയോ ദൂവെ, കാമ്പിയോ 3 എന്ന് പറഞ്ഞ ശേഷം നമ്മൾ 3 കവർ എടുത്തായിരുന്നു. പിന്നെ അതുപോലെ തന്നെ കാമ്പിയോ പ്യൂ എന്ന് പറഞ്ഞ് എടുത്തിട്ടുണ്ടായിരുന്നു. അതായത് കാമ്പിയോ ഊനോ എന്നുള്ളത് നമ്മൾ ഡെലിവറി കഴിഞ്ഞ ശേഷം നമ്മൾ അവിടെ നഴ്സുമാർക്ക് കൊടുക്കേണ്ട ഡ്രസ്സിൻ്റെ ഡ്രസ്സ് കാര്യങ്ങളാണ് അതിൻ്റെ അകത്തുള്ളത്. അതുപോലെ തന്നെ കാമ്പിയോ ഉഷീത്തയും ഉണ്ടായിരുന്നു കേട്ടോ. അത് വന്നിട്ട് ഇതൊക്കെ അലയുടെ മമ്മിയാണ് പ്രിപ്പയർ ചെയ്തത്. അതുകൊണ്ടാണ് ഞാനിത് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. എനിക്ക് ഭയങ്കര ഈസി ആയിരുന്നു ആളിങ്ങനെ ചെയ്തു തന്നതുകൊണ്ട്. കാരണം നമുക്കിവിടെ എന്തായാലും ബൈസ്റ്റാൻഡർ അവർ നിർത്തില്ല, ഈവൻ ഹസ്ബൻഡിനെ പോലും അവർ നിർത്തില്ല. എന്താ പറയുക, ഡെലിവറി കഴിഞ്ഞ ശേഷം ഹസ്ബൻഡ് ഒരു 2 മണിക്കൂർ നമ്മുടെ കൂടെ ഉണ്ടാവും. അത് കഴിഞ്ഞ് ആളോട് പൊക്കോളാൻ പറയും. പിന്നെ വിസിറ്റിംഗ് ടൈമിൽ മാത്രം ആൾക്ക് കയറാൻ പറ്റുള്ളൂ. അപ്പോൾ എല്ലാം നമ്മൾ തന്നെ ഒറ്റയ്ക്ക് ചെയ്യണം. ഇത് കൊച്ചിന് വേണ്ടിയുള്ളൊരു കൊബേർത്തിയായിരുന്നു, അതായത് പുതപ്പിക്കാൻ വേണ്ടിയുള്ള സംഭവം. ഇതെനിക്ക് തോന്നുന്നു നിങ്ങൾ 2 എണ്ണം കൂടുതൽ എടുക്കുകയാണെങ്കിൽ 2 എണ്ണം കൂടുതൽ എടുത്തോ, അത്രയും നല്ലൊരു കാര്യം തന്നെയാണ്. ഇത് അത്യാവശ്യമുള്ളൊരു സംഭവം തന്നെയാണ്. കൊച്ച് ജനിച്ചു കഴിഞ്ഞ ശേഷം ജസ്റ്റ് നമ്മളെ കാണിക്കും. അത് കഴിഞ്ഞിട്ട് കൊച്ചിനെയും കൊണ്ട് അവർ പോകും. പിന്നെ 4 മണിക്കൂർ ഒബ്സർവേഷനിലായിരിക്കും കൊച്ച്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ കയ്യിൽ കിട്ടുള്ള ആളാണ്. ഇത് വന്നിട്ട് അവിടെ ഇടാനുള്ള ഡ്രസ്സായിരുന്നു. ഇതും അലയുടെ മമ്മി തന്നെ വാങ്ങിയതാണ്. എനിക്ക് തോന്നുന്ന ഒരു 3 ജോഡി ഡ്രസ്സ് ഉണ്ടായിരുന്നു ഇത്. അതായത് നോർമൽ ഡെലിവറി ആണെന്നുണ്ടെങ്കിൽ 3 ദിവസം കണക്ക് കൂട്ടാം, സിസേറിയൻ ആണെന്നുണ്ടെങ്കിൽ 5 ദിവസം കണക്ക് കൂട്ടുക. അപ്പം അങ്ങനെ വേണം നിങ്ങൾ ഡ്രസ്സുകളെല്ലാം എടുക്കാനും. കുട്ടിയുടെ ഡ്രസ്സും അതുപോലെ തന്നെ എന്താ പറയുക 5 ദിവസം അല്ലെങ്കിൽ 3 ദിവസം അങ്ങനെ കണക്കാക്കിയിട്ട് വേണം എടുക്കാനായിട്ട് ഡ്രസ്സ്. എനിക്ക് തോന്നുന്നു 3 ദിവസം എടുത്താൽ മതിയായിരിക്കും. പിന്നെ ഹസ്ബൻഡിനോട് പറഞ്ഞാൽ മതി, നിങ്ങൾ കൊണ്ടുവന്നാൽ മതി എന്നുള്ള രീതിയിൽ പറഞ്ഞാൽ മതി. ഇനി നമുക്ക് കുട്ടിയുടെ ഡ്രസ്സ് ഞാൻ പറഞ്ഞിരുന്നില്ലേ, കാമ്പിയോ ഊനോ എന്നുള്ളത്, അതിൻ്റെ അകത്ത് എന്തൊക്കെയാണെന്ന് ഞാനും കണ്ടിട്ടുണ്ടായിരുന്നില്ല. അതും ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇപ്പം ഇത് വന്നിട്ട് ഗ്ലൗ ആയിരുന്നു. ഇത് സാധാരണ നാട്ടിൽ ഉപയോഗിക്കാറുണ്ടല്ലോ. ഇത് നമ്മുടെ കുട്ടി എന്താ പറയുക മുഖത്തൊക്കെ ഇട്ട് വരയണതും അതുപോലെ തന്നെ കണ്ണിലൊക്കെ പിടിക്കുന്നതൊക്കെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന സംഭവമാണ്. ഇതുപോലെ തന്നെ സോക്സാണ്. ഇനി ഇപ്പോൾ നിങ്ങൾക്ക് ഗ്ലൗ കിട്ടിയില്ലെന്നുണ്ടെങ്കിൽ ഈ കുട്ടി സോക്സ് ആളുടെ കയ്യിൽ ഇട്ട് കൊടുത്താലും മതി.
ഇതിൻ്റെ ആവശ്യം വന്നില്ലായിരുന്നു സത്യത്തിൽ. പിന്നെ ആലയുടെ മമ്മി വെച്ചെന്നുള്ളൂ ഇതിൽ. എനിക്കാണെങ്കിൽ ഇതിൻ്റെ കറക്റ്റ് അറിയില്ല, ഇത് എന്തിനാണ് ഉപയോഗിക്കുന്നത് പോലും എനിക്കറിയത്തില്ല. അതുകൊണ്ട് ഞാനിത് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഡ്രസ്സുകളൊക്കെ നമ്മുടെ ക്ലൈമറ്റിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും കേട്ടോ. എല്ലാ ഹോസ്പിറ്റലും അവരുടെ സൈറ്റിൽ കയറി നോക്കുമ്പോൾ ഒരു ലിസ്റ്റ് ഉണ്ടാകും. ആ ലിസ്റ്റ് അനുസരിച്ച് വേണം നിങ്ങൾ ഡ്രസ്സ് കൊണ്ടുപോകാനായിട്ട്. ഇത് പല പേരിൽ ഇത് പറയുന്നുണ്ട് കേട്ടോ. ഇത് വന്നിട്ട് ലെഗിൻസ് കോൺ പിയേദേ എന്ന് പറഞ്ഞ് നിങ്ങൾ അടിച്ചു കൊടുത്താൽ കിട്ടും. അതുപോലെ തന്നെ കൊള്ളാന്ത് നിയോണാത്ത് എന്ന് പറഞ്ഞ് അടിച്ചാലും കിട്ടും. ആ സംഭവമാണ് ഇത്. അതായത് തെർമൽ, ചുരുക്കി പറഞ്ഞിട്ടുണ്ടെങ്കിൽ തെർമൽ. ഇത് വന്നിട്ട് ബോഡിയാണ്. അങ്ങനെയാണ് ഇതിനെ പറയുന്നത്, ബോഡി. ഇത് എത്ര എണ്ണം എടുക്കാൻ പറ്റുമോ അത്രയും നിങ്ങൾ എടുത്തോ. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർ പെട്ടെന്നായിരിക്കും ഇവർ അഴുക്കാക്കുന്നത്. അപ്പോൾ നമുക്ക് ചേഞ്ച് ചെയ്യാനായിട്ട് വേണമല്ലോ. അപ്പോൾ അത് നിങ്ങൾ സ്റ്റോക്ക് വെക്കുന്നത് നല്ലതായിരിക്കും. ഇതാണ് മെയിൻ ഡ്രസ്സ്. പുറമേ നിന്ന് നോക്കുമ്പോൾ ആളുകൾ കാണുന്ന ഡ്രസ്സ് ഇതാണ്. അപ്പോൾ ഇതിൻ്റെ അടിയിൽ ബോഡി ഉണ്ടാവും, അതുപോലെ തന്നെ ലെഗിൻസ് അത് സംഭവം ഉണ്ടാകും, പിന്നെ ഡയപ്പർ ഉണ്ടാകും, അങ്ങനെ പിന്നെ സോക്സ് ഉണ്ടാകും, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ. ഇത് വന്നിട്ട് കോട്ടൻ്റെ ഒരു തുണിയാണിത്. ഇതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുട്ടീനെ നമ്മൾ എടുക്കുമ്പോൾ നമ്മളിട്ട ഡ്രസ്സിൽ അഴുക്കുകൾ അല്ലെങ്കിൽ പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പം നമ്മുടെ ഡ്രസ്സിൻ്റെ മുകളിലേക്ക് ഇത് വിരിച്ചിട്ട് വേണം കൊച്ചിനെ നമ്മൾ ചേർത്ത് വെക്കാനായിട്ട്. പിന്നെ തണുപ്പ് റിലേറ്റഡ് ആയിട്ടാണ് ഈ പറയുന്ന തൊപ്പിയും കാര്യങ്ങളൊക്കെ വരുന്നത്. ഇത് വന്നിട്ട് ബവേത്ത. ഇത് കൊച്ചിന് നമ്മൾ പാൽ കൊടുക്കുന്ന സമയത്ത് ഡ്രസ്സിൽ അഴുക്കാവാതിരിക്കാനാണ് ഇത് യൂസ് ചെയ്യുന്നത്. ഇത്രയും സംഭവങ്ങൾ നല്ല രീതിയിൽ പാക്ക് ചെയ്യണം. ഇത്രയും സംഭവങ്ങളാണ് കമ്പ്യൂണിൽ വരുന്നത്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡെലിവറി കഴിഞ്ഞ ശേഷം നമുക്ക് ചിലപ്പോൾ ബോധം ഉണ്ടാവില്ല. അപ്പോൾ നമ്മുടെ ബാഗിൽ നിന്ന് നേഴ്സുമാർ അല്ലെങ്കിൽ ഡോക്ടേഴ്സ് ആയിരിക്കും ഇത് അവർ തപ്പുന്നത്. അപ്പോൾ പേര് നോക്കും, അവർ കമ്പ്യൂണോ ആണോ എന്ന് നോക്കും. അങ്ങനെ അപ്പോൾ നമ്മളോട് ചോദിക്കാൻ പറയുമൊന്നുമില്ല, അവർ തന്നെ എടുത്തോളും അത്. അപ്പം ആരെങ്കിലും കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. ആരും ഇല്ലെന്നുണ്ടെങ്കിൽ അവരാണ് എടുക്കേണ്ടത്, നേഴ്സുമാരാണ് എടുക്കേണ്ടത്. അപ്പം നമ്മളിത് നന്നായിട്ട് എഴുതി വെച്ചാലാണ് അവർക്ക് ഈസി ആയിട്ട് എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത് നല്ല രീതിയിൽ എഴുതുകയും ചെയ്യണം, അതുപോലെ തന്നെ നല്ല രീതിയിൽ ഇത്രയും സാധനങ്ങൾ വെക്കുകയും ചെയ്യണം. പിന്നെ ക്ലൈമറ്റ് ബേസ് ചെയ്തുകൊണ്ടിരിക്കും ഡ്രസ്സുകളൊക്കെ കേട്ടോ. ഇങ്ങനെയാണ് നമ്മൾ പേര് എഴുതേണ്ടത്. നമ്മുടെ പേര് എഴുതാം, നമ്മുടെ സർനെയിം എഴുതാം, അതുപോലെ തന്നെ കുട്ടിയുടെ പേര് എഴുതാം, കുട്ടിയുടെ സർനെയിം എഴുതാം, പിന്നെ കാമ്പിയോ ഊനോ എന്ന് എഴുതാം. ഇത്രയുമാണ് വേണ്ടത്. അടുത്ത സെക്ഷൻ വന്നിട്ട് കമ്പിയോ ദൂവയാണ്. ഈ സെയിം സംഭവങ്ങൾ തന്നെയാണുള്ളത്, വേറെ മാറ്റങ്ങളൊന്നുമില്ല. ഒരു ഡ്രസ്സ് ഉണ്ടാവും, പിന്നെ അതുപോലെ തന്നെ ബോഡി ഉണ്ടാവും, പിന്നെ മറ്റേ തെർമൽ, അതായത് ഒരു ലെഗിൻസ് പോലത്തെ സംഭവമില്ലേ, ആ തെർമൽ ഉണ്ടാവും, പിന്നെ സോക്സ് ഉണ്ടാവും, ഗ്ലൗ ഉണ്ടാവും. ഇത്രയും സാധനങ്ങളാണ് അതിലുള്ളത്. ഈ കമ്പ്യൂദൂവൊക്കെ കൂടുതലും നമ്മൾ ഉപയോഗിക്കുന്നത് നമ്മുടെ കയ്യിലായിരിക്കും കുട്ടി. അന്നേരം നമ്മളായിരിക്കും ഇത് എടുക്കുന്നത്. നമ്മുടെ എളുപ്പത്തിന് വേണ്ടിയാണ് നമ്മളിത് ചെയ്യേണ്ടത് കേട്ടോ. ഡെലിവറി കഴിഞ്ഞ ശേഷം നമ്മളെ വേഗം തന്നെ അവർ എന്താ പറയുക വാർഡിലേക്ക് മാറ്റും. വാർഡെന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ 3 പേര് കൂടിയിട്ടുള്ള ഒരു റൂമാണ്. 3 പേഷ്യൻസാണ് അവിടെ ഉണ്ടാവുന്നത്. അതുപോലെ 3 കുട്ടി, അവരുടെ കുട്ടി, അങ്ങനെ 3 പേരായിരിക്കും. അപ്പോൾ അവിടേക്കാണ് നമ്മൾ മാറ്റുന്നത്. അപ്പം ഇതെല്ലാം ഉപയോഗിക്കേണ്ടത് നമ്മൾ തന്നെയായിരിക്കും കേട്ടോ. ഈ ഒരു സമയത്ത് നമുക്ക് എഴുന്നേറ്റ് നടക്കാനൊന്നും പറ്റില്ല, ഭയങ്കര പെയിൻ ആയിരിക്കുമല്ലോ. അപ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നേഴ്സുമാരെ വിളിച്ചാൽ മതി. ബെൽ ബട്ടൺ ഉണ്ടല്ലോ, അതിൽ കുത്തിയിട്ട് നേഴ്സുമാരെ വിളിച്ചാൽ മതി. അപ്പം ജസ്റ്റ് അവരോട് പറയാം ഈ ബാഗ് തുറക്കുക, അതിൽ കമ്പ്യൂ ദൂവെന്ന് എഴുതിയിട്ടുണ്ട്, അതൊന്ന് എടുത്തു തരാൻ പറഞ്ഞാൽ മതി. അപ്പോൾ അവരത് എടുത്തു തരും. അപ്പോൾ പിന്നെ അധികം നമ്മൾ മെനക്കേടേണ്ടി വരില്ല, അവർക്കും അത് ബുദ്ധിമുട്ടാകുകയുമില്ല, അവർക്കും ഈസി ആയിരിക്കും ഇത്. ഇനിയിപ്പം നിങ്ങൾക്ക് ഭയങ്കര പെയിൻ ആയതുകൊണ്ട് നിങ്ങൾക്ക് കുട്ടിയുടെ ഡയപ്പർ ഒന്നും ചേഞ്ച് ചെയ്യാൻ പറ്റില്ല, ഡ്രസ്സ് ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ വരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നേഴ്സിനോട് പറഞ്ഞാൽ മതി, അവർ ചെയ്തു തരും കേട്ടോ. ഇത് വന്നിട്ട് കാമ്പ്യൂയിൻ പ്യൂന്നാണ് എഴുതിയിരിക്കുന്നത്. അതായത് എല്ലാം നമ്മൾ എക്സ്ട്രാ വെക്കാം. ഇപ്പോൾ ഡ്രസ്സുകൾ എക്സ്ട്രാ വെക്കാം, അതുപോലെ തന്നെ ഭവയത്തേക്ക് എക്സ്ട്രാ വെക്കാം, എല്ലാം ബോഡി എക്സ്ട്രാ വെക്കാം, സോക്സ് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഇതിൽ എക്സ്ട്രാ വെക്കാം. അപ്പോൾ എന്തെങ്കിലും കേസിൽ മറ്റേത് എന്താ പറയുക, നമ്മൾ ചേഞ്ച് ചെയ്യുന്ന സമയത്ത് ആൾ പെട്ടെന്ന് യൂറിൻ പാസ് ചെയ്തു, അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് യൂറിൻ പാസ് ചെയ്തു, ഡ്രസ്സ് എന്താ പറയുക ഇതായി മോശമായി, അപ്പോൾ അങ്ങനെ വരുമ്പോൾ നനഞ്ഞു, അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് പെട്ടെന്ന് നമ്മൾ ഇതിൽ നിന്ന് ഒരെണ്ണം എടുത്ത് അതങ്ങ് മാനേജ് ചെയ്യാം. അടുത്തത് വന്നിട്ട് കാമ്പിയോ ഉഷീത്ത എന്നാണ് എഴുതിയിരിക്കുന്നത്. അത് നമ്മൾ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്യുമ്പോൾ കൂട്ടിയിടേണ്ട ഡ്രസ്സില്ലേ. കാരണം അകത്തിരുന്ന ഡ്രസ്സും പുറത്തിരുന്ന ഡ്രസ്സും തമ്മിൽ കുറച്ച് വ്യത്യാസമുണ്ട്. പുറത്ത് നല്ല തണുപ്പായിരിക്കും, അകത്ത് പിന്നെ ഹീറ്ററും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ അത്രയും തണുപ്പ് അറിയില്ല. ഈ കാണുന്ന ഡ്രസ്സ് അത്യാവശ്യം തണുപ്പ് റെസിസ്റ്റ് ചെയ്യുന്ന ഡ്രസ്സായിരുന്നു കേട്ടോ ഇത്. ഇതിന് പുറമെ ജാക്കറ്റൊന്നും ഞങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ, കാരണം അതിൻ്റെ ആവശ്യം ഉണ്ടെന്ന് തോന്നുന്നില്ല. പക്ഷേ നല്ല രീതിയിൽ തണുപ്പ് റെസിസ്റ്റ് ചെയ്യുന്ന ടൈപ്പിലുള്ള
പുതപ്പ് അല്ലെങ്കിൽ കൊബേർത്ത അങ്ങനത്തെ ടൈപ്പ് എടുത്താൽ മതി. അപ്പം നമ്മളെന്തായാലും കുട്ടീനെ നമ്മുടെ കയ്യിൽ നാട്ടിലെ പോലെ കയ്യിലെടുക്കുക അങ്ങനെയൊന്നുള്ള സെറ്റപ്പ് അല്ലല്ലോ ഇവിടെ. എപ്പോഴും നമ്മൾ മറ്റേ പസജീനോയിൽ എപ്പോഴും നമ്മൾ കുട്ടീനെ ആക്കണം, അതിലേ കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അപ്പോൾ അത് കംപ്ലീറ്റ് കവർ ചെയ്യുന്ന രീതിയിലുള്ള കൊബേർത്ത വേണം നിങ്ങൾ എടുക്കാനായിട്ട്. ഇപ്പം നിങ്ങളെ കാണിച്ച എല്ലാ സംഭവങ്ങളും അതുപോലെ തന്നെ ഞാൻ തിരിച്ച് അതേ ബാഗിൽ തന്നെ വെച്ചിട്ടുണ്ട്. ഇത് വന്നിട്ട് ഡിസ്പോസ് ചെയ്യാൻ പറ്റിയ അശുഗമാനിയാണിത്. ഇതായിരിക്കും നിങ്ങൾക്ക് കൂടുതൽ ഉപകാരപ്രദമാകുന്നത്. മറ്റേ ക്ലോത്ത് ടൈപ്പ് എടുക്കുന്നതിനേക്കാളും ബെറ്റർ ഇതാണ്. എന്ന് വെച്ചാൽ ക്ലോത്ത് ടൈപ്പ് എടുക്കരുതെന്നല്ല, ക്ലോത്ത് ടൈപ്പ് വേണം, പക്ഷേ ഇതായിരിക്കും കുറച്ചും കൂടി ഹെൽപ്ഫുൾ. പിന്നെ ഇത് വന്നിട്ട് നമുക്കുള്ള മുത്താന്തയാണിത്. ഇതെന്തായാലും നിങ്ങളുടെ കയ്യിൽ വേണം. എനിക്ക് തോന്നുന്നത് ഇത് ഒരു പാക്കറ്റ് അല്ല, എനിക്ക് തോന്നുന്നു 2 പാക്കറ്റ് എടുത്താലും നല്ലതായിരിക്കുന്നു. കാരണം നമുക്ക് നല്ല ബ്ലീഡിങ് ആയിരിക്കും. അപ്പോൾ എപ്പോഴും ചേഞ്ച് ചെയ്യണ്ടേ. അപ്പം നിങ്ങൾ ഇത് നിങ്ങളുടെ കയ്യിൽ സ്റ്റോക്ക് വെക്കണം. ഇത് വന്നിട്ട് ത്രവേർസയാണ്. ഇത് നമുക്ക് ഡയപ്പറൊക്കെ മാറ്റുന്ന സമയത്ത് നമ്മൾ ഇത് വിരിച്ചിട്ട് വേണം കുട്ടിയുടെ ഡയപ്പറൊക്കെ മാറ്റാനായിട്ട്. അപ്പം ഇത് എന്തായാലും എന്താ പറയുക, ഒരു പാക്കറ്റ് വാങ്ങിക്കോ. ഇത് ഇങ്ങനെ തന്നെ വാങ്ങിക്കോ. കുട്ടിക്കുള്ള ഡയപ്പറും ഇതെല്ലാം നമ്മുടെ ഇതിൽ സൂപ്പർ മാർക്കറ്റിൽ കിട്ടും കേട്ടോ. അവിടെ നിന്ന് ഞങ്ങൾ വാങ്ങാറുണ്ട് ഇതൊക്കെ. ഡയപ്പർ ഞാനിപ്പോഴും ഇതിൽ തന്നെയാണ് വാങ്ങാറുള്ളത്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബാക്കി സൂപ്പർ മാർക്കറ്റിൽ എനിക്ക് കിട്ടാറില്ല. കാരണം വെയിറ്റ് നോക്കിയിട്ടാണ് നമ്മൾ വാങ്ങുന്നത്. ഞാനെപ്പോഴും വാങ്ങണത് 2.5 കിലോ തുടങ്ങിയിട്ടുള്ളതാണ് ഞാൻ വാങ്ങാറുള്ളത്. അപ്പോൾ വെയിറ്റ് നോക്കിയിട്ട് വേണം വാങ്ങാനായിട്ട് കേട്ടോ. വേറൊരു കാര്യമുള്ളതെന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഹോസ്പിറ്റലിൽ നിന്ന് നമുക്ക് ഫുഡ് കിട്ടും കേട്ടോ കഴിക്കാനായിട്ട്. അപ്പം അതിൻ്റെ ഞാനൊരു ഷോർട്ടായിട്ട് ഞാൻ ഇടാം ആ വീഡിയോ. പിന്നെ ഈ ഒരു പാഡ് എനിക്ക് അലയുടെ മമ്മി വെച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ ഇതെനിക്ക് ഉപയോഗിക്കേണ്ട വന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഇത് ഞാൻ ഉപയോഗിച്ചത് വീട്ടിൽ വന്നു കഴിഞ്ഞ ശേഷമാണ് ഞാനിത് ഉപയോഗിച്ചായിരുന്നത്. ഇത് വന്നിട്ട് നമ്മുടെ ബ്രസ്റ്റ് ഫീഡ് ചെയ്ത് കഴിഞ്ഞ ശേഷം വെക്കുന്ന സംഭവമാണ്. ഇതും എനിക്ക് ഉപയോഗിക്കേണ്ട വന്നിരുന്നില്ല. പിന്നുള്ള സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെറ്റ് വൈപ്സ് എടുക്കാൻ മറക്കരുത്. അത് എന്തായാലും നമുക്ക് ആവശ്യമുണ്ട്. കുട്ടി അപ്പിയൊക്കെ ഇടുമ്പോൾ നമുക്ക് ക്ലീൻ ചെയ്യാനായിട്ട്, അതുകൊണ്ടാണ് നമ്മൾ ക്ലീൻ ചെയ്യുന്നത്. അപ്പോൾ അതെടുക്കാൻ മറക്കരുത് കേട്ടോ. പിന്നുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫീഡിങ് ബ്ര. അത് നിങ്ങൾക്ക് ഏതാണ് കംഫർട്ട് എന്ന് വെച്ചാൽ ആ ടൈപ്പിലുള്ളത് വാങ്ങാം കേട്ടോ. പിന്നുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പേഴ്സണലായിട്ട് യൂസ് ചെയ്യുന്ന സംഭവങ്ങളൊക്കെ ബാന്യൂസ്ക്യൂമ, ഡിയോഡ്രാൻറ്റ്, ഇൻറ്റുമ വാഷ് ചെയ്യാനായിട്ട്, ഷാമ്പു, പിന്നെ ബ്രഷ്, പേസ്റ്റ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എടുക്കുക. പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ ഒരു എന്താ പറയുക, എന്തെങ്കിലും ഒരു ഓയിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ക്രീം ബോഡി പുരട്ടാൻ വേണ്ടി എടുത്തോട്ടെ. പിന്നെ വേണ്ടത് ID പ്രൂഫുകളെല്ലാം നമ്മുടെ എടുക്കുക. കാർത്ത, തേസര, സൊജോർണോ, പിന്നെ അതുപോലെ തന്നെ എല്ലാ ടെസ്റ്റുകളും നമ്മൾ പ്രഗ്നൻസി സ്റ്റാർട്ട് ചെയ്തപ്പോൾ തുടങ്ങി എടുത്തതെല്ലാം ഈ ഒരു ഫയലിലാക്കിയിട്ട് ഇങ്ങനെ ഒരു ഫയലിലാക്കിയിട്ട് കൊണ്ടുപോകാം. പിന്നെ ഓർണമെൻറ്റ്സ് എല്ലാം ഊരി വെച്ചിട്ട് വേണം നമ്മൾ പോകാനായിട്ട്. ഓർണമെൻറ്റ്സ് ഇടാൻ പാടില്ല ഡെലിവറി ടൈമിൽ. പിന്നെ ഇത് വന്നിട്ടൊരു കൊള്ളാനയാണ്. ഇത് നമ്മൾ പ്രഗ്നൻ്റ് ആയി കഴിഞ്ഞ ശേഷം നമ്മൾ അറിയുമല്ലോ, ഫസ്റ്റ് മന്ത് അല്ലെങ്കിൽ സെക്കൻഡ് മന്ത് അറിയുമല്ലോ, അപ്പോൾ തുടങ്ങി നമ്മൾ ഇടേണ്ട ഒരു സംഭവമാണ്. അപ്പോൾ ഇത് ഇട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ പുറത്ത് പോകുമ്പോൾ ഇറ്റാലിയൻസിന് മനസ്സിലാവും നമ്മൾ പ്രഗ്നൻ്റ് ആണ്. ഇപ്പോൾ വയറില്ലെങ്കിൽ പോലും അവർക്ക് മനസ്സിലാവും നമ്മൾ പ്രഗ്നൻ്റ് ആണ്. അപ്പോൾ നമുക്ക് എവിടെ പോയാലും നമുക്കൊരു എന്താ പറയുക പ്രയോറിറ്റി കിട്ടും ഇത് ഇട്ടിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഇതൊക്കെയുള്ളൂ കാര്യങ്ങൾ. അടുത്ത വീഡിയോ കാണാം. ബായ്.